ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടുവച്ചോളൂ. കാരണം ഈ ഒരു കോണ്ടന്റ് ഇപ്പോൾ ലൈവിൽ നടന്ന അനുമോൾ, മസ്താനി, റന ഫാത്തിമ ഇവർ തമ്മിലുള്ള ഈ ഒരു സംസാരം എപ്പിസോഡിൽ വരാനുള്ള സാധ്യത ഒട്ടും ഞാൻ കാണുന്നില്ല. ഇന്നലെ അപ്പാനിയും അനുമോളും സംസാരിച്ച പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് പറയാണ്. അപ്പോൾ വന്നിരുന്ന ആ ഒരു 3 പേരുടെയും സംസാരത്തിന്റെ ഒടുവില് ബിൻസി എന്തോ ഒരു ചതിയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് മസ്താനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദിലേക്ക് ഇട്ടൊരു നല്ല കൊട്ട് റെന കൊടുക്കുന്നുണ്ട്. വേറെ അനുമോളല്ല, റെന ഫാത്തിമ കൊടുക്കുന്നുണ്ട്. പിന്നെ ബിൻസിയെ കുറിച്ച്, ബിൻസി അപ്പാനിയുടെ പിന്നാലെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ റെനയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വലിയ കോൺവെർസേഷൻ വളരെ വേഗത്തിൽ ചുരുക്കി ഒന്ന് പറയാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈവിൽ നടന്ന സംഭവമാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇവര് 3 പേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഇവര് 3 പേരും ഒന്നിച്ചിരുന്നായിരുന്നു ഫുഡ് കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം പുറത്ത് ഊഞ്ഞാലിൽ വന്നിട്ട് മസ്താനി, റെന, അനുമോള്. അപ്പം റെന സംസാരിച്ച് തുടങ്ങുന്നത് മസ്താനിയോടാണ്. അതായത് റീ എൻട്രി വന്ന സമയത്ത് മസ്താനിയും റെനയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് ആലിബിന്റെ വാക്കാണ്, അത് ആലിബിന്റെ പേരാണ്, അതുകൊണ്ട് തന്നെയാണ് അതെടുത്തിട്ടത്. പക്ഷേ മൊത്തത്തിൽ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്ത് ഗെയിം തുടങ്ങുന്നതിന് മുമ്പിട്ട് അങ്ങ് പോയി, അതുകൊണ്ട് തന്നെ ഭയങ്കര മോശമായി എന്നൊക്കെയുള്ള രീതിയിൽ മസ്താനി അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന റെനയ്ക്ക് അറിയേണ്ടത് ഈ കട്ടപ്പ, ശൈത്യയുടെ പ്രശ്നം, ആദില, നൂറ ഇതൊക്കെയാണ്. അത് അനുമോളെടുത്ത് കറക്റ്റ് ആയിട്ട് ഓരോന്ന് ഇന്റർവ്യൂ എടുക്കുന്ന കണക്ക് അനുമോളോട് റെന ഫാത്തിമ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഈ പറയുന്ന ആദിലയും നൂറയും എനിക്ക് ഇളയതാണ്, എനിക്ക് അനിയത്തികളെ പോലെയാണ്. അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അത്രയും നെഗറ്റീവ്. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ ഞാൻ ഒരിക്കലും മോശമാക്കില്ല. പിന്നെ ഞാൻ ആദിലയോടും ആദില എന്നോടും ഒരുപാട് കാര്യങ്ങൾ തമാശ രൂപേണയും അല്ലാതെയും ഞങ്ങൾ വളരെ പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഈ ദേഷ്യം വരുന്ന സമയത്ത്, ദേഷിച്ച് നിൽക്കുന്ന സമയത്ത് കുത്താൻ വേണ്ടിയിട്ട്, കുത്തിനോവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇട്ടു തരുന്നത്? അങ്ങനെ ചെയ്യല്ലേ എന്ന് ഞാൻ ആദിലയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പിന്നെയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് നോവും, എനിക്ക് എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് അനുമോള് പറയാണ്. അപ്പൊ റെന പിന്നെയും ചോദിക്കുന്നുണ്ട്, അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെ, എന്നിട്ടും അങ്ങനെ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ റെന ചുമ്മാ ചോദിക്കുകയാണ്. എന്നിട്ട് ഈ ശൈത്യയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ വന്നതിന് ശേഷം, റീ എൻട്രിക്ക് ശേഷം ശൈത്യ ഈ വിഷയം എടുത്തിട്ട കാര്യം. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അന്ന് ഈ പറയുന്ന കട്ടപ്പ എന്നുള്ള വാക്ക്, അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് റെനയ്ക്ക് അറിയേണ്ടത്. റെന ഇത് അറിഞ്ഞു വെച്ചിട്ട് ഇനി അവിടെ പോയി ശൈത്യക്ക് പറഞ്ഞു കൊടുക്കാനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും അത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് കട്ടപ്പ. കട്ടപ്പയുടെ എന്നുള്ള ആദ്യത്തെ പേര് ആദ്യമായിട്ട് അനുമോള് കേൾക്കുന്നത് ജിഷിന്റെ അടുത്ത് നിന്നാണ്. ഇങ്ങനെയൊന്നും വിശ്വസിക്കരുതെന്നുള്ള രീതിയിൽ ജിഷിൻ വൈൽഡ് കാർഡായിട്ട് വന്ന സമയത്ത് പറയുന്നു. അപ്പോ പക്ഷേ അത് അനുമോള് കരുതിയത് ശൈത്യനെയും അനുമോളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ജിഷിൻ ചേട്ടൻ കാണിക്കുന്നതാണെന്ന് കരുതി